സേഫ് ആയ ഒരു സ്പേസ് കിട്ടിയ നോട്ട് ആർമാദ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തെറി കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. എന്റെ അമ്മ, യു ഹാവ് നോ ഐഡിയ ഹൗ ബാഡ്ലി ഐ വാണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ നശിപ്പിക്കാൻ തോന്നുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. അതന്നെ നിന്റെ പിടിക്കസെറ്റ് അടിച്ച് ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. I can really feel that. അഞ്ചുകള്ള കോക്കാർ എന്ന് പറഞ്ഞ ഇപ്പോൾ തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ 2 നായികമാരാണ് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തത്. സോ ആ സുന്ദരികളെ ഞാനൊന്ന് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തോട്ടെ. മെറിൻ ആൻഡ് മേഘ. ഹലോ. ഓക്കെ, സോ ബോത്ത് ഓഫ് യു ലുക്കിംഗ് സോ ഗോർജിയസ് ടുഡേ. നമ്മളിന്ന് ഭയങ്കര ഇവർ ക്ലാസ് വെക്കാൻ ഞാനും ക്ലാസ് വെക്കുന്നില്ല. അപ്പം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് റേജ് റൂമിലാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ തല്ലി പൊട്ടിക്കുന്ന അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ റേജ് റൂമിൽ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ റേജ് റൂമിനെ പറ്റിയിട്ട് റീല് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് യു? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പം എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ട് ഇത് എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ സ്പേസ് ആണ്. വൺ ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫാമിലി അവരുടെ ഈ സ്പേസ് ആണ്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് അഞ്ചുകള്ള കോക്കാൻ നമ്മുടെ ടീം വി ഹാവ് കം ഹിയർ ടു സെലിബ്രേറ്റ് ദിസ് വിത്ത് ദം. നമ്മള് സിനിമയിൽ അടിച്ചു പൊളിച്ചിട്ടില്ല, റേജ് റൂമിൽ പരിപാടി നമ്മൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് സിനിമയിലുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതിവിടെ പോയിട്ട് നമുക്ക് തീർക്കാം. അപ്പൊ സിനിമയിലുള്ള റിവെഞ്ചും ജീവിതത്തിലെ വേറെ കുറച്ച് റിവെഞ്ചും എല്ലാം കൂടെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ബാഷ് ചെയ്യാം. Okay, so let's go. Come on, girls. ആക്ച്വലി ഇങ്ങോട്ടേക്ക് പോകുമ്പം നമ്മൾ കുറേ പ്രിക്കോഷൻസും പരിപാടികളൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ കോസ്റ്റ്യൂം സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അകത്തേക്ക് പോവാം. വാട്ട് യു സേ? ഓൾറൈറ്റ്, ഞങ്ങൾ പോയി മാറ്റട്ടെ കേട്ടോ ഗൈസ്. ഓ ദൈവമേ. ഗേൾസ്, യു ഗൈസ് റെഡി? സൂപ്പർ റെഡി. ഓക്കെ, അവരിവിടുത്തെ ഫുൾ ആയുധങ്ങളും എടുത്തിട്ടുണ്ട്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല. ലെറ്റ്സ് ഗോ ആൻഡ് ബ്രേക്ക് ഇറ്റ്. നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് മൊത്തം എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് ഗസ്റ്റ്, ഞാനാണ് ആങ്കർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആയുധങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗേൾസ് റെഡി? സൂപ്പർ റെഡി. സൂപ്പർ റെഡി. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങൾ സാധാരണ ദേഷ്യം വരുമ്പോൾ എന്താണ് എറിഞ്ഞ് ഉടയ്ക്കാറുള്ളത്? ഞാൻ കിടന്നുറങ്ങും. കിടന്നുറങ്ങും ദേഷ്യം വരുമ്പോൾ? ഇന്ന് ആദ്യമായിട്ട് ഞാൻ സന്തോഷത്തോടെ എന്തെങ്കിലും പൊട്ടിക്കാൻ പോകും. അപ്പം മൊത്തം ദേഷ്യം ഇന്നിവിടെ തീർക്കണം നമുക്ക് എല്ലാവരോടും ഉള്ള. സിനിമയിൽ തീർക്കാൻ പറ്റുന്ന പ്രതികാരം, ഓൾസോ അതേപോലെ തന്നെ ജീവിതത്തിൽ തീർക്കാൻ പറ്റുന്ന പ്രതികാരം, എവറിഥിങ്. ആൻഡ് ഓക്കെ, മെറിൻ എന്താണ് ദേഷ്യം വരുമ്പോൾ ചെയ്യാ? ഞാനോ നല്ല ദേഷ്യം വരുമ്പോ അടുത്തുള്ളവരുടെ അടുത്ത് ഇറക്കാണ്. ഒന്നും എറിഞ്ഞ് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഓ യെസ് യെസ് യെസ്, ഉറപ്പായിട്ടും. എന്തൊക്കെയാണ് പൊട്ടിച്ചിട്ടുള്ളത്? ഫോൺ സെയിം വെച്ച് നമ്മളും ഫോൺ തന്നെയാണ്. ഇവിടെ വേറെ എറിഞ്ഞ് പൊട്ടിക്കാനായിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറയാം. നമ്മള് ഇതൊക്കെ ഓക്കെ, എന്താ മാറി നിൽക്കുന്നത്? ചെല്ലു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത അവർ നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ബിയർ ബോട്ടിൽസ് ഉണ്ട്. എങ്ങനെയല്ല ഇതൊക്കെ നശിപ്പിക്കാൻ തോന്നുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ശരിയാക്കി തരാം. Okay, so before breaking things, I want to ask you something.
എന്നാ നിങ്ങൾക്ക് ആദ്യം പൊട്ടിക്കണ്ടേ? പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് ചോദിക്കും. ഇവിടെ ദേഷ്യം നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഇതിനു മുമ്പ് മേഘയ്ക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന സിറ്റുവേഷൻ എന്തായിരുന്നു? Like where you couldn't take it out എന്നുള്ള രീതിയിൽ? ഇല്ല, there is nothing like that, but I'm really എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കീബോർഡ് പൊട്ടിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ മെറിന് ജോയിൻ ചെയ്യാം. മെറിൻ പറയും, മെറിന് ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഒരു സിറ്റുവേഷൻ, ബട്ട് വേർ യു couldn't take it out. ഓ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്റെ നോട്ടം മൊത്തം കുപ്പിയാണ്. ഓക്കെ, അപ്പം തേച്ചിട്ട് പോയ എക്സ് ബോയ് ഫ്രണ്ടിന് എതിരെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കുപ്പി പൊട്ടിക്കാം. What do you people say? പെട്ടെന്ന് ഏതവനാണ് ഓർക്കേണ്ടതായി? നമുക്ക് റീസൺ ആയിട്ടുള്ളവനെ ഓർക്കാം. ഇല്ല ഇല്ല, അതെല്ലാം ചില്ലാണ്. എനിക്ക് ആരുടെ അടുത്തൊന്നും പറയാനില്ല, പക്ഷെ ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്ക് വിത്ത് സേഫ്റ്റി നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റഡ് ഓൺ ദാറ്റ്. സമൂഹമാര് പാവം അവർ ജീവിക്കട്ടെ. അപ്പൊ മെറിനും ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഫോർ സെൽഫ് ആണ്, വേണ്ടിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ലെറ്റ് മൈ ബോഡി ഫീൽ ഓൾ ദ റേജ് ഔട്ട്. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്ക് ഇച്ചിരി പേടിയാട്ടോ. ഞാൻ ആദ്യം നിങ്ങൾ തുടങ്ങിയിട്ട് ഐ വിൽ ജോയിൻ യു ഗൈസ്. എൻ്റെ അമ്മേ, യു ഹാവ് നോ ഐഡിയ ഹൗ ബാഡ്ലി ഐ വാണ്ട് ടു ഡു. I am all on. ചെല്ല്. Okay, this is super nice. എനിക്ക് പേടിയാ. ഇവര് നീ കാമുകന്മാരെ തരൂല രണ്ടുപേരും. ഓ മൈ ഗോഡ്. ഓക്കെ, എന്റെ ദൈവം, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കുപ്പി. ഞാൻ അടിക്കുമ്പോ മറ്റേ അയ്യോടാ കുപ്പിക്ക് സീനാവും മിക്കാറും. ഒരു സുഖമില്ലേ? ഒരുമിച്ച് ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാം. റെഡി? 1 2 3. ഇതിനു മുമ്പ് എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ തല്ലി പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? എനിത്തിങ്, ഒരു ഗ്ലാസ് എങ്കിലും ഇറക്കി പൊട്ടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ഇറ്റ്? എന്താ അവിടെയോ? ഇല്ല, ആക്ച്വലി എനിക്ക് ബ്രേക്ക് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇനി സിനിമയില് നിങ്ങള് ക്യാരക്ടേഴ്സ് ആയിട്ട് തീർക്കാൻ പറ്റാഞ്ഞ ഒരു പ്രതികാരം ഇവിടെ അങ്ങോട്ട് തീർക്കാവുന്നതാണ്. ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ആ പ്രതികാരം തീർക്കണം. നിന്റെ പിടിക്കാസിട്ട് അടിച്ചാൽ പൊട്ടിക്കുന്നേ. അതന്നെ, നിന്റെ പിടിക്കാസിട്ട് അടിച്ച്. നിങ്ങക്ക് പേടി തോന്നുന്നുണ്ടോ? നോ, ഇല്ല, എല്ലാ സേഫ്റ്റി മെഷേഴ്സിലല്ലേ, ഓൾ സേഫ്. ഫീലിംഗ് വെരി എക്സൈറ്റഡ്. ഇനി എപ്പോഴും ദേഷ്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിച്ചോ. ഓ വേണോ? നമ്മളിവിടെ ടീക്ക് സൗണ്ട് ആയാലും ഇട്ടേക്കാം. കുറച്ച് ടൂട്ടു ആയാലും പ്രശ്നമില്ല. നോ പ്രോബ്ലം, യു ക്യാൻ ഗോ ഓൺ. നിങ്ങൾ സേഫ് അല്ലേ? ഞാൻ ആയുധം മാറ്റി വെച്ചു. ഓക്കെ, എനിക്ക് ഇവിടെ മെറിൻ ആൻഡ് മേഘ ഭയങ്കര ഫുൾ ഓൺ റേജ് ആണ് ഇന്ന്. അപ്പൊ എപ്പോഴും ദേഷ്യം വരുന്ന ഒരു ഡയലോഗ് പറഞ്ഞിട്ട് വേണം യു ഹാവ് ടു അറ്റാക്ക് ദ ട്യൂബ് ലൈറ്റ്. ഓക്കെ, ഇതിന് സുഖമില്ല, കുപ്പി തന്നെ പൊട്ടിക്കാം. Yeah, let's go. Ready? തിരിച്ചല്ലേ? ആണോ? ഓക്കെ ഓക്കെ. അവിടെ പാവം അല്ല, പാവല്ല, ഐ തിങ്ക് അനിയനായിരിക്കും. മൂഷട്ട സാധനം അവൻ തന്നെയാണ്. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എനിക്കാ. എന്റെ അമ്മ പലപ്പോഴും പറയും സ്വഭാവം വെച്ച് നന്നാക്കണത്.
പലപ്പോഴും എറിഞ്ഞ് പൊട്ടിക്കാൻ വന്നിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പം ആദ്യം നീ തന്നെ പൊട്ടിക്ക്. പൊട്ടിക്ക്. അടുത്തത് നമുക്ക് ആരാ മേഘ എറിയുമ്പോഴത്തേക്ക് ഹിന്ദിയിൽ 4 ഇത് പറഞ്ഞിട്ട് വേണം എറിയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ മെറിനാണ് ഇപ്പൊ പോവാൻ പോകുന്നത്. മെറിൻ, something we want to take that rage out and go on. Alright? Alright guys, ഒരു ഗ്ലാസും കൂടെ ഉണ്ട്. അത് ഞാൻ നമ്മുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കുകയാണ്. എന്താ, ഹാമർ ഒരു ഗ്ലാസും ട്യൂബ്ലൈറ്റും എല്ലാം ഉണ്ട്. എറിഞ്ഞു പിടിച്ചവരെ ഫുൾ സപ്പോർട്ട് ഫ്രം മൈ സൈഡ്. സീരിയസ്ലി ലിറ്ററലി എൻജോയിങ് ഇറ്റ്. എനിക്ക് ഇത്ര നേരം അത് കിട്ടിയില്ല. ഇനി ബാക്കിത്തെ ഇനി അറിയുന്നതിന് മുമ്പ് ഇതുവരെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരു വൈരാഗ്യത്തിന്റെ കഥ. മേ ബി ആ പേഴ്സന്റെ പേര് പറയണ്ട, ബട്ട് സ്റ്റിൽ ആ ഒരു സ്റ്റോറി ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ട് വി വാണ്ട് ടു ഗോ. ഓക്കെ, എനിക്ക് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാൽ എനിക്ക് താല്പര്യമുള്ളൊരു ആളല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ മെജോറിറ്റി റിലേഷൻഷിപ്സ് അങ്ങനെയാണ് ജെപ്പഡൈസ് ആവുക. ഓക്കെ, റോങ് ആണ്, റോങ് ആയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഈ പരിപാടി ഓക്കെ ആകും. പക്ഷെ കള്ളം പറയാൻ പാടില്ല. അങ്ങനെ ഐ ലോസ്റ്റ് വെരി വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ഉണ്ട്. ചില ആൾക്കാർ നമുക്ക് ചില നേരത്തെ ഇങ്ങനെ കൊല്ലാൻ തോന്നത്തില്ലേ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഫോർ വൺ ഇൻസ്റ്റൻസ് അങ്ങനെ ഇതിനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോന്ന് തോന്നിയിട്ടില്ല. മറ്റേ നമ്മൾ കാണിക്കുന്ന സ്നേഹം വെച്ചിട്ട് തിരിച്ച് പൊട്ടനാക്കി കഴിയുമ്പോൾ ദേ തിങ്ക് ദാറ്റ് നമ്മളൊരു പൊട്ടിയാണ്. പക്ഷെ പൊട്ടിയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീയൊക്കെ ഇത് ചെയ്യാൻ ഞാൻ വിടുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ അവിടെ ബീപ്പ് ഇടണം കേട്ടോ. എന്താ ബുൾസയോ? ഞാൻ എന്തോ ചുമ്മാ അതിനകത്ത് റെഡ് ഡോട്ടിനകത്ത് അടിച്ചു നോക്കട്ടെ. ചൂസിംഗ് ദി സെന്റർ. ഓക്കെ, ഇല്ലേ എന്തായാലും ഗ്ലാസ് പൊട്ടി. അപ്പൊ അങ്ങനെ ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് all the motherfuckers with double face. That's for me. വല്ലാത്ത ഗ്ലാസ് ആണല്ലോ. എനിക്ക് പൊള്ളേ. I can really feel that. ശരിക്കും Thank you മീനാക്ഷി പരിപാടിക്ക് വിളിച്ചവര്. Of course, very 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 happy. അതെ, ഇനി ദേഷ്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പൊട്ടിക്കാം. വെറുതെ വീട്ടിലെ ഫോണും പാത്രം ഒക്കെ കളയുന്നതിന് എന്താടി പറയുന്നത് ഇങ്ങനെയൊക്കെ? ഫോണും ഐഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് വേണം വല്ല റേഞ്ച് എടുക്കാൻ. കൊള്ളാം എന്തായാലും. അപ്പം താങ്ക് യു ഗേൾസ്. അഞ്ചുകൾ കോക്കാൻ തിയേറ്റേഴ്സിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളെ ആരാന്നും മനസ്സിലാവില്ല. ആരാണ് മേഘ, മെറിൻ, മീനാക്ഷി നിങ്ങൾക്ക് മനസ്സിലാവില്ല. കോസ്റ്റ്യൂം മാറ്റിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമ്മൾ എന്തൊക്കെ പൊട്ടിച്ചല്ലേ? ഒരു TV, കുറെ ഗ്ലാസ്, ജാറ്, കീബോർഡ്. ഐ ലൈക്ക് യുവർ പവർ. ഓക്കേ, താങ്ക് യു. അമ്മേ, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അല്ലേ? അങ്ങനല്ല, ഞാൻ ആ മുറിയിൽ കയറിയപ്പോഴത്തേക്കും വാട്ട് ഐ സോ വാസ് മേഘയുടെ വേറെ റേഞ്ച്. എന്താണ് വേറെ തോന്നണേ അല്ലേ? എനിക്ക് ഭയങ്കര മറ്റേ എനിക്ക് ചെറിയൊരു വിറയലൊക്കെ പോലെ. എനിക്ക് ആദ്യത്തെ കുപ്പി പൊട്ടിച്ചപ്പോ എനിക്കൊരു പേടിയായി. റിലീസ് ചെയ്ത് എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഇത് റേജ് റൂമിൽ ഇവർ ചെയ്യുന്ന പരിപാടിക്ക് സേഫ്റ്റി എനിക്ക് തോന്നി. ലൈക്ക് ഒരു സ്ഥലത്തും നമ്മൾ ഓപ്പൺ അല്ല. അപ്പൊ എങ്ങനെ പോലും ഹാം, നമ്മുടെ കൈ ഗ്ലവ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, എവരിത്തിങ് ഇസ് സേഫ്. അപ്പൊ സേഫ് ആയ സ്ഥിതിക്ക് പിന്നെ എന്താ പേടിക്കണ്ടേ? പിന്നെ
അടിച്ച് പൊട്ടിക്കാൻ സേഫ് ആയ ഒരു സ്പേസ് കിട്ടിയ നോട്ട് ആർമാദ. മനസ്സിലെ ഒരു ദേഷ്യം പകയും കംപ്ലീറ്റ് ഞങ്ങളവിടെ പുറത്തെടുത്തു പറയാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇടയ്ക്ക് ഫോണൊന്നും ഇറങ്ങി പൊട്ടിക്കണ്ട. വേണ്ട, ഇനി എന്തായാലും പൊടിക്കാൻ പറ്റില്ല. അതെ. അപ്പം മഞ്ജുകള്ളക്കോക്കിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. സിനിമ നല്ല അഭിപ്രായങ്ങളോട് കൂടി തിയേറ്റേഴ്സിൽ പോവാണ്. സോ ഓൾ ദി ബെസ്റ്റ്. എന്താണ് ഇനി അപ്കമിങ് പ്രോജക്ട്സ് രണ്ടുപേരുടെ? ഓക്കെ, ഞാനിപ്പോ ഒരു തമിഴ് മൂവി റിലീസ് ആവാൻ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഐ ഹോപ്പ്ഫുള്ളി ബൈ മിഡ് ഓഫ് ദി ഇയർ റിലീസ് ആവും. ഇനി മലയാളത്തിൽ ഇനി വരണം. ഇനിയിപ്പോ ഈ അടിപിടി സംഭവമൊക്കെ കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു ആക്ഷൻ ഹീറോയിൻ സ്ഥലത്തേക്ക് പോകും. ഫൈനലി ഫിലിം ഒക്കെ ഇറങ്ങി കണ്ടു കഴിയുമ്പോൾ വാട്ട് ഡു യു തിങ്ക്? അങ്ങനെ ഒരു പോരാട്ടില് ഹരിശ്രീ കുറിച്ചിട്ടുണ്ട്, ബാക്കി വരുന്ന വഴി ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. ആൻഡ് മെറിൻ പറയൂ, വടക്കൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ണിയാർ സാർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കിഷോർ കുമാർ സാർ ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അതിങ്ങനെ ഏപ്രിൽ ഒരു പ്രതീക്ഷിക്കുന്നു റിലീസ് ചെയ്യുമെന്ന്. സോയാ all right. അപ്പം all the very best രണ്ടുപേർക്കും. So thank you so much. It was wonderful having you. അപ്പം thank you guys. Thank you. Thank you. Bye bye. Thank you.